സ്റ്റോക്സ് തിയറത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 3 തിയറമേ നമുക്ക് എക്സാമിന് ചോദിക്കത്തുള്ളൂ. സ്റ്റോക്സ്, ഗ്രീൻസ്, ഗോസ്. ആ 3 ഏറ്റവും ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. അടുത്ത ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. അതും കൂടെ ആകുമ്പോൾ നമുക്ക് ഈ മോഡ്യൂൾ തീരും. ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി ആർ ഇസിക്കൽ ഡബിൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എ ഡബിൾ ഇന്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഇൻറ്റു ഡി എസ്. ഇപ്പൊ ഈ സിംഗിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ലൈനിന്റെ ഇന്റഗ്രലാണ്. ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ സർഫസിന്റെ. ട്രിപ്പിൾ ഇന്റഗ്രൽ ഗോസ് ഡൈവർജൻസിൽ നമ്മൾ വോളിയം ഇന്റഗ്രലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസിക്കൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് ഡബിൾ ഇന്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഇൻറ്റു ഡി എസ്. ഈ എന്താണ് ഡെൽറ്റ, എന്താണ് എഫ്, എന്താണ് എൻ ക്യാപ്പ്? അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചാണ് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡി എസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അപ്പൊ ഈ ഫോമിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിലോട്ട് ബോർഡിലോട്ട് വരാതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലിപ്പം ഈ സ്റ്റോക്സ് തിയറം എന്താണ് പറയുക, ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഇൻറ്റു എൻ ക്യാപ്പ് ഡി എസ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. അപ്പൊ എല്ലാത്തിലെയും കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം എക്സ് വൈ ആക്സിസിലാണ് ഉള്ളതെങ്കിൽ ഇത് എക്സ് വൈ ആക്സിസിലാണെങ്കിൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡി എക്സ് ഡി വൈ ആയിരിക്കും. അടുത്ത വൈ എക്സ് ഇസഡ് ആക്സിസിലാണെങ്കിൽ ഡി എസ് ഇസികൾ എന്താണ്, ഡി എക്സ് ഡി ഇസഡ് ആയിരിക്കും. ഇതിലുള്ള നോക്കി അങ്ങ് എഴുതിയാൽ മതി. അതേപോലെ വൈ ഇസഡ് ആക്സിസിലാണെങ്കിലോ ഡി എസ് ഇസികളോ ഡി വൈ ഡി എസഡ് ആയിരിക്കും. ഇതേപോലെ ഇതിലിപ്പോൾ എക്സ് വൈ ഉണ്ടല്ലോ, അപ്പൊ ഡി എക്സ് ഡി വൈ ഉണ്ട്. അപ്പം എൻ ക്യാപ്പ് എന്തായിരിക്കും, ഐദർ എക്സ് വൈ ഇസഡ്, അപ്പൊ കെ ഓർ മൈനസ് കെ ആയിരിക്കും. ഇല്ല ഏതെങ്കിലും ആയിരിക്കും. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എടുക്കുക. ഇതേപോലെ ഈ എൻ ക്യാപ്പ് ഇവിടുത്തെ എന്തായിരിക്കും, എക്സ് ഇസഡും ഉണ്ട്. അപ്പൊ എന്തായാലും ജെ ഓർ മൈനസ് ജെ ആയിരിക്കും. അടുത്ത ഇവിടെ എൻ ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ ഡി വൈ ഡി ഇസഡ്, അപ്പൊ എക്സ് ആകുമ്പോൾ ഐ ഓർ മൈനസ് ഐ ആയിരിക്കും. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ ഇതാണ് ആദ്യത്തെ പാർട്ടായിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ്. ഡെൽ ക്രോസ് എഫ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഏറ്റവും എളുപ്പമുള്ള ഫോർമുലയാണ്. എന്താണ് ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ, അതാ ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുക, ഐ ജെ കെ മെട്രിക്സ് നമ്മൾ എടുക്കുന്ന പോലെ മെട്രിക്സ് എടുക്കുക. മെട്രിക്സ് ഐ ജെ കെ എടുക്കുക, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. അതേപോലെ ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് എന്തിനാണോ അതുമാണ്. ഇത് ജെയുടെ കോഎഫിഷ്യന്റ്, ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ്. ക്വസ്റ്റിൽ തരും എഫിന്റെ വാല്യൂ എത്താണെന്ന് തരും. അപ്പൊ ഈ എഫിന്റെ വാല്യൂല് ഇപ്പം ഫോർ എക്സാമ്പിൾ 4i പ്ലസ് 3j പ്ലസ് 8k. അപ്പൊ ഇതിൽ ഐയുടെ കോഎഫിഷ്യന്റ് എന്താണ്, 4 ആണ്. ജെയുടെ കോഎഫിഷ്യന്റ് എന്താണ്, 3 ആണ്. കെയുടെ കോഎഫിഷ്യന്റ് 8 ആണ്. അപ്പൊ അതെത്രയും നമ്മൾ ഇവിടെ കൊണ്ട് എഴുതുന്നു, ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നു, ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡബിൾ ഇന്റഗ്രൽ ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. ഇതാണ് ഇതിന്റെ മെത്തേഡ്. ഇനി ഇതിലാണെങ്കിലോ എഫ് ഡോട്ട് ഡി ആർ, എഫ് നമുക്ക് ക്വസ്റ്റിൽ തരും. ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് ഓക്കെ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബ്ലാക്ക് ബോർഡ് ആക്കാം, അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണാൻ ഒരു ഇതായിട്ട്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി ആർ എഫ് ഡോട്ട് ഡി ആറിലെ ഈ ഡി ആറിന്റെ വാല്യൂ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഓക്കെ, ഇതിൽ എഫിന്റെ വാല്യൂ ക്വസ്റ്റിൽ തരും. ഓക്കെ, ഇതാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, എൽ എച്ച് എസ് സൈഡ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഞാൻ പറയാം, സ്റ്റോക്ക് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്. സ്റ്റോക്ക് സീറോ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സ്റ്റോക്ക് സീറോ എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് സി സർക്കിൾ ഇന്റഗ്രൽ ലൈൻ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഡബിൾ ഇന്റഗ്രൽ ഓഫ് എസ് സി എഫ് ഡെൽ ക്രോസ് എഫ് ഇൻറ്റു ഡി എൻ ക്യാബ് ഡി എസ്. ഓക്കെ, ഈ എൻ ക്യാബ് ഡി എസ് കണ്ടുപിടിക്കുന്ന എങ്ങനെ, ഇതിൽ ഡി എക്സ് ഡി വൈ ആവുമ്പോൾ ജെ കെ വരും ഓർ മൈനസ് കെ വരും. അതേപോലെ ഡി എസിന്റെ വാല്യൂ ഡി വൈ ഡി ഇസഡ് ആണെങ്കിൽ ഐ വരും, മൈനസ് ഐ വരാം, എൻ ക്യാപ്പ്. ഓക്കെ, അതേപോലെ ഡി എക്സ് ഡി ഇസഡ് ആണെങ്കിൽ ജെ വരാം, മൈനസ് ജെ വരാം. ഇതാണ് ഇതിന്റെ കേസ്. ഇനി ഇതിന്റെ കേസ് ആകുമ്പോൾ ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്, പിന്നെ ഡോ ബൈ ഡോ ഇസഡ്, പിന്നെ ഐയുടെ കോഎഫിഷ്യന്റ്, ജെയുടെ കോഎഫിഷ്യന്റ്, കെയുടെ കോഎഫിഷ്യന്റ്. ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ഡയറക്റ്റ് പോകാം. അതായത് വെരിഫൈ എന്ന് പറഞ്ഞാൽ എൽ എച്ച് എസും ആർ എച്ച് എസും കണ്ടുപിടിക്കും. അപ്പൊ വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ എ വെക്റ്റർ ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ബൈ, ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ? ഓക്കെ,
Verify Stokes theorem for a vector field defined by f is equal to x square minus y square I plus 2xy into j rectangle region xy plane ആണ്. അപ്പോൾ xy plane ആണെങ്കിൽ y is equal to 0, x equal to 0, x equal to y is equal to 0, y is equal. അപ്പോൾ n ഗ്യാപ്പ് എന്തായിരിക്കും അറിയാവോ? xy plane ആണ്. അപ്പോൾ ds ന്റെ വാല്യൂ എന്തായിരിക്കും? ആൻഡ് n ഗ്യാപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? എന്തായിരിക്കും സഗത് ഉണ്ടോ? പോയാ മീനാക്ഷി എക്സിന്റെ ds എന്തായിരിക്കും? ds is equal to dx dy ആയിരിക്കും അല്ലേ? എൻ ക്യാപ്പ് കെ ആയിരിക്കും. കാര്യം എക്സും വൈയും ഉണ്ട്, ഇസഡ് ഇല്ലാത്തതുകൊണ്ട് എൻ ക്യാപ്പിന് കെ ആയിരിക്കും. ഇനി എക്സികൾ 0, എക്സികൾ എ, വൈസുകൾ 0, വൈസുകൾ എ, അങ്ങനെയാണ് നമുക്ക് ഇന്റഗ്രേഷന്റെ ഫോർമുല കിട്ടുന്നത്. അപ്പം അടുത്ത പേജിലോട്ട് വരികയാണെങ്കിൽ ഓക്കെ, അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ആദ്യം സ്റ്റോക്ക് സീറോ എടുത്ത് ചെയ്ത് അത് കഴിഞ്ഞ് എഫിന്റെ വാല്യൂ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഐ ഇൻറ്റു ഓക്കെ, ഇതിന്റെ ഐ എഴുതുന്നു. ഡി ആർ എക്സിൽ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ആദ്യം ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കുന്നു. ഐ ജെ കെ അത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 4yk എന്ന് കിട്ടും. ബാക്കിയെല്ലാം സീറോ ആയി പോകും. അതേപോലെ റെക്ടാംഗുലർ റീജിയൻ നോക്കി, ഇതാണ് നമ്മുടെ റെക്ടാംഗിൾ എക്സ് ഓ വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സ് ഓ വൈ പ്ലെയിൻ. സോറി, ഇതാണ് എക്സ് ഓ വൈ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കി എക്സ് ആക്സിസിൽ വൈ ഈസ് ഈക്വൽ ടു 0, വൈ ആക്സിസിൽ എക്സ് ഈക്വൽ ടു 0, അത് രണ്ടും കണക്ട് ചെയ്ത് അതിന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു ബി, വൈ എക്സ് ഈക്വൽ ടു എ, വൈ ഈക്വൽ ടു ബി. അപ്പോൾ വൈ ആക്സിസിലാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു എ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു ബി ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് റീജിയൻ. അപ്പോൾ നമുക്ക് നമ്മൾക്ക് ലൈൻ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനു മുമ്പ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽ ക്രോസ് എസ് കണ്ടുപിടിച്ച് എൻ ക്യാപ് ഈസ് ഈക്വൽ ടു കെ ആണ്. കാര്യം ഒ എ ബി സി യൂണിറ്റ് ഔട്ട്വേർഡ് വെക്ടർ ആണ് അല്ലേ? അപ്പോൾ എൻ ക്യാപ്പിന് കെ വെക്ടർ കൊടുത്തു. അപ്പോൾ ഡെൽ ക്രോസ് എഫിന്റെ എൻ ക്യാപ് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് ഡബിൾ ഇന്റഗ്രൽ ഓഫ് എസ് ഇൻറ്റു വൈ 4yk ഇൻറ്റു കെ വെക്ടർ ഇൻറ്റു ഡി എസ് ഡി വൈ. കണ്ട, ഇവിടെ നമ്മൾ ചെയ്തേക്കണ്ട. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റോക്സ് തിയറം. ഇതാണ് നമ്മുടെ സ്റ്റോക്സ് തിയറം. അപ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ വാല്യൂ മോളിൽ 4yk എന്ന് കിട്ടി അല്ലേ? 4yk ഇതാ ഇവിടെ കൊണ്ട് ഇവിടെ 4yk കിട്ടി. ആ ഡെൽ ക്രോസ് എഫിന്റെ വാല്യൂ 4yk ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് എൻ ക്യാപ്പിന്റെ വാല്യൂ എത്രയാണ്? കെ വെക്ടർ. അപ്പോൾ കെ ഡോട്ട് കെ എത്രയായിട്ട് 1 ആകും. ഡി എസിന്റെ വാല്യൂ എന്താണ്? ഡി എസ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡി വൈ ആണ്. കാര്യം എന്താണ്? ഇത് എക്സ് ഓ വൈ പ്ലെയിൻ ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓഫ് 4y ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് വേരീസ് ഫ്രം 0 ടു എ, വൈ വേരീസ് ഫ്രം 0 ടു ബി. അപ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അത് ചെയ്ത് നോക്കിയാൽ മതി. ചെയ്യാമല്ലോ, അത് ഇന്റഗ്രേഷൻ ചെയ്യാൻ അറിയാമല്ലോ അല്ലേ? അടുത്ത രണ്ടാമത്തത് ലൈൻ ഇന്റഗ്രലാണ്. ലൈൻ ഇന്റഗ്രലിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 4 എണ്ണം ഉണ്ട്. എക്സ് ഈക്വൽ 0, എക്സ് ഈക്വൽ. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ബോർഡിൽ നിന്ന് പറഞ്ഞു. എഫ് ഡോട്ട് ഡി ആർ ഇൻറ്റു സി എസ്. അപ്പം അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി ആർ, ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു നമുക്ക് 4 റീജിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ഓ വൈ പ്ലെയിൻ. ഓക്കെ, ഇത് എക്സ് ഒ വൈ പ്ലെയിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. എക്സ് ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആണല്ലോ, ഇത് വൈ ആക്സിസ് ആണല്ലോ. അപ്പം എക്സ് ഒ വൈ പ്ലെയിനിൽ ഇത് എക്സ്, ഇത് വൈ. അപ്പം ഇത് എക്സ് ഒ പ്ലെയിന് ഇത് എക്സ് ആക്സിസിൽ വൈ ഈസ് ഈക്വൽ ടു 0 ടു വൈ ഈസ് ഈക്വൽ ടു ബി, അത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. വൈ ആക്സിൽ വൈ ഈസ് ഈക്വൽ ടു 0 ടു വൈ ഈസ് ഈക്വൽ ടു ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇപ്പം ഇത് ഒ, ഇത് എ, ഇത് ബി, ഇത് സി എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ലൈൻ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നേരത്തെ ചെയ്ത അതേ കണക്കിന് ഒ എ പ്ലസ് OA plus AB plus integral of BC plus AC, BC plus CO. അപ്പോൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എല്ലാത്തിലും നമ്മൾ കണ്ടുപിടിക്കുക. എഫ് ഡോട്ട് ഡി ആർ എന്താണ്? ആദ്യം y ഈക്വൽ, ഇത് x ഈക്വൽ ടു 0 ആണ്. y ഈക്വൽ ടു 0, y ഈക്വൽ ടു b, x ഈക്വൽ ടു 0, x ഈക്വൽ ടു x ഈക്വൽ ടു a, y ഈക്വൽ ടു 0, y ഈക്വൽ ടു b, x ഈക്വൽ ടു 0, x ഈക്വൽ ടു a. അപ്പം ഇതിൽ നോക്കുക, ഇതിന്റെ ഓരോ ക്വാഡ്രന്റ്, ഈ പോയിന്റിലെ ക്വാഡ്രന്റ് എന്താണ്? 0,0 ആണ്. അടുത്ത ഈ പോയിന്റിൽ എന്താണ്? എക്സിന്റെ വാല്യൂ എത്രയാണ്? എ, വൈയുടെ വാല്യൂ എത്രയാണ്? 0. ലെഫ്റ്റ് റൈറ്റ് നോക്കിയാൽ അടുത്ത ഈ പോയിന്റിലാണ് എക്സിന്റെ വാല്യൂ എന്താണ്? എ ആണ്, വൈയുടെ വാല്യൂ എന്താണ്? ബി ആണ്. എ കോമ ബി. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ്, വൈയുടെ വാല്യൂ എന്താണ്? ബി ആണ്. അപ്പോൾ ഇങ്ങനെ 4 ക്വാർട്ടറിൽ 4 പോയിന്റ്സ് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് ആദ്യത്തെ ഒ എ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി ആർ. എഫ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എഫിന്റെ വാല്യൂ എത്രയാണ്? 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ്
2xy into dy. ഓക്കെ, അപ്പം ഇതിൽ അപ്പം ആദ്യത്തെ ഒ എയുടെ കേസിൽ ഒ എ എന്നുള്ള ഇതെടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 0 ആണ്, ഡി വൈയും 0 ആയിരിക്കും. അപ്പോൾ വൈ എവിടെ വരുന്നു അവിടെ 0 ആക്കുക. ഇവിടെ വൈ 0 വരുന്നുണ്ട്, ഇവിടെ ഡി വൈ 0 വരുന്നു. അപ്പോൾ ഇത് എത്രയും ക്യാൻസൽ ആവും. നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? ഈ വൈ 0 ഡി വൈ 0. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. ഇൻ്റഗ്രേഷൻ എന്താണ്? ഈ ഒ എ എന്നുള്ള ഇതിൽ ഏതാണ് 0? ഇത് 0 ടു എ ടു 0. ഇത് ഈ പാർട്ട് എ ടു 0. അപ്പോൾ എക്സ് വേരീസ് ഫ്രം 0 തൊട്ട് എ വരെ, 0 ടു എ. ഇനി എന്താണ് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3, 0 ടു എ. അപ്പോൾ എന്താണ് ആൻസർ എത്തിട്ടും എ ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യുക. അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ഇതിൽ ഇതാണ് രണ്ടാമത്തെ മാത്രമായി. ഇത് ഒ, ഇത് എ, ഇത് ബി. അപ്പോൾ ഇവിടെ എന്താണ്? എക്സ് ഈക്വൽ ടു എ ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ക്വാഡ്രന്റ് എന്തിനാണ്? ഇവിടുത്തെ ക്വാഡ്രന്റ് ഇതിടെ വൈ ഈസ് ഈക്വൽ ടു 0 ആണ്, എക്സ് ഈക്വൽ ടു. അപ്പോൾ ഇവിടുത്തെ അതിൽ ഇത് വൈ ഈസ് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെ നമ്മൾ എഴുതുന്നത്? എക്സ് ഈക്വൽ ടു എയും 0യും, എ ടു 0. ഇവിടുത്തെ എങ്ങനെ എഴുതും? എക്സിൻ്റെ വാല്യൂ എയും വൈയുടെ വാല്യൂ ബിയും. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എ ബി എന്നുള്ള ആ പാർട്ട് എടുക്കുക. എ ബിയിൽ നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് നമ്മുടെ ഫോമുല എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്, നമ്മുടെ ഇക്വേഷൻ തന്നെ പ്ലസ് 2xy dy. അപ്പോൾ ഇതിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ എ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു എ കൊടുക്കുക. ഡി എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാര്യം കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് 0 ആവും. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ഡി എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഈ പാർട്ട് അങ്ങ് ക്യാൻസൽ ആയി പോകും. ഇവിടെ എക്സിന് വരെ 0. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 2ay dy എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡി വൈ എങ്ങനെ വേരീസ് ഫ്രം വൈയുടെ വാല്യൂ എന്താണ്? 0 തൊട്ട് ബി വരെയാണ് വേരി ആവുന്നത്. അപ്പോൾ 0 തൊട്ട് ബി വരെ വേരി ആവും. അപ്പോൾ എന്താണ്? ഇൻ്റഗ്രൽ 2a കോൺസ്റ്റന്റ് ആണ്, വൈയുടെ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0 ടു ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2നെ വെളിയെടുക്കാം. അപ്പോൾ 2 ക്യാൻസൽ ആവും. സോ എ ഈസ് എ കോൺസ്റ്റന്റ്. ഇതും ക്യാൻസൽ ആയി പോവും. എ കോൺസ്റ്റന്റ്. അപ്പർ ലിമിറ്റ് എത്രയാണ്? ബി സ്ക്വയർ മൈനസ് 0. അതായത് ആൻസർ എന്നിട്ട് എ ബി സ്ക്വയർ എന്നിട്ട്. ഓക്കെ, അത് രണ്ടാമത്തെ ആൻസർ. ഇതേപോലെ മൂന്നാമത്തെ ചെയ്യാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ നോക്കിയാൽ ഒന്നുകൂടെ ചെയ്തുതരാം. അപ്പം നമുക്ക് നാലാമത്തെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ആൻസർ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുകയാണെന്ന് നോക്കി. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എന്താണ്? വൈ ആക്സിസിൽ എക്സ് ഈക്വൽ ടു 0, ഇത് എക്സ് ഈക്വൽ ടു എ, വൈ ഈസ് ഈക്വൽ ടു 0, വൈ ഈസ് ഈക്വൽ ടു ബി. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഒ, ഇത് എ, ഇത് ബി, ഇത് സി എന്ന് വയ്ക്കാം. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് എങ്ങനെ എഴുതണം? എക്സിൻ്റെ എ, വൈയിൽ ബി. അടുത്ത് ഇവിടെ ഇതിൻ്റെ കോർഡിനേറ്റ് എങ്ങനെ? എക്സിന് 0, വൈക്ക് ബി. ഇങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റീജിയൻ നമ്മൾ അറിയാം. ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഓഫ് എഫിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് 2xy ഇൻറ്റു ഡി വൈ. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ, ക്വസ്റ്റിൽ തന്ന ഇക്വേഷൻ. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ അറിയല്ല, എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഐയും ഡി ആർ എന്നുകൊണ്ട് എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെറ്റ് കെ, അങ്ങനെ വെച്ചാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൽ ഏതാണ്? വൈയുടെ വാല്യൂ ബി ആണ്. വൈ ഈക്വൽ ടു ബി, ഡി വൈ ഈക്വൽ ടു 0 ആയിട്ട് പോകും. അപ്പോൾ ഡി വൈ ഉള്ള സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ ഇത് അത്രയും ക്യാൻസൽ ആയി പോകും, 0 ആയി പോകും. ഇനി വൈ ഉള്ള സ്ഥാനത്ത് ബി കൊടുക്കുക. അപ്പോൾ ഇവിടെ ബി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇനി എക്സ് ആണ്, ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് വേരീസ് ഫ്രം എ ടു 0 ആണ്. അപ്പോൾ എ ടു 0 നമ്മളിങ്ങനെ എഴുതുന്നു. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓഫ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. മൈനസ് ഇത് ബി സ്ക്വയറിൻ്റെ ബി സ്ക്വയർ എക്സ് എന്ന് കിട്ടും. 0 ടു എ ടു 0 എന്ന് പറഞ്ഞു. എ ടു 0 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. എക്സിന് 0 എല്ലാം 0 കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് ഇവിടെ എക്സിന് 0 കൊടുക്കുക, ഇവിടെ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ 0 മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? മൈനസ് ആണ്. അപ്പോൾ മൈനസ് ഞാൻ കൊടുക്കുമ്പോൾ മൈനസ് എക്സ് ക്യൂബ് മൈനസ് എ ക്യൂബ് ബൈ 3 മൈനസ് ബി സ്ക്വയർ ഇൻറ്റു എക്സ്. എക്സിൻ്റെ വാല്യൂ എ ആണ് അല്ലേ, ബി എ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. മൈനസ് മൈനസ് പ്ലസ് ആകുമ്പോൾ എ ക്യൂബ് ബൈ 3 പ്ലസ് 2 മൈനസ് ആണല്ലോ,
AB സ്ക്വയർ. സോ സിമിലർലി അടുത്ത നാലാമത്തതും ചെയ്യാം. അപ്പോൾ 4ഉം കൂടി ഞാനിപ്പോൾ PDF-ലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത കണ്ട F.dr കണ്ട, ആദ്യം LHS കണ്ടോ, OA പ്ലസ് AB പ്ലസ് BC പ്ലസ് E. ആദ്യത്തതിൽ എക്സിന്റെ വൈയുടെ വാല്യൂ 0 ഡിവൈഡ് 0, അപ്പോൾ AQ/3 കിട്ടി. രണ്ടാമത്തെ ഏറ്റവും താഴെ നോക്കി ഇന്റഗ്രൽ ഓഫ് AB x² - y² ഇൻറ്റു 2xy dy. എക്സിന്റെ വാല്യൂ A കൊടുക്കുന്നു, dxന്റെ 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AB സ്ക്വയർ കിട്ടുന്നു. അതിന്റെ പടം അവർ വരച്ചിട്ടുണ്ട്. മൂന്നാമത്തേൽ കണ്ട BC എന്നുള്ള ആ പോയിന്റ് ഉണ്ട്, ഞാൻ ഇപ്പം ചെയ്ത് കാണിച്ചത്. BC എന്ന് പറഞ്ഞാൽ x² - y² dx ഇൻറ്റു പ്ലസ് 2xy dy കൊടുക്കും. അപ്പോൾ 0 to a to 0 x² - b² എന്ന് കിട്ടുന്നു. അതിന് b² ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു. ലാസ്റ്റ് CO എന്നുള്ള ഇക്വേഷൻ അത് ചെയ്യുമ്പോൾ എന്താണ്? x² - y² dx പ്ലസ് 2xy dx ചെയ്യുമ്പോൾ നമുക്ക് 4 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് LHS കണ്ട, നമുക്ക് കിട്ടിയ LHS-ഉം RHS-ഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ബിഗ് ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും നല്ല മാർക്ക് ഇത് പ്രതീക്ഷിക്കാം. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല. ദിസ് വൺ ആസോ ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ വെരിഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 4ന്റെയും മനസ്സിലായ? അപ്പൊ ഇതേപോലത്തെ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അതും ഇതേപോലത്തെ മോഡലാണ്, സ്ക്വയർ തന്നെയാണ്. അപ്പം x=0, x=y, y². അപ്പം എഫിന് പകരം വേറൊരു ഇക്വേഷൻ തന്നെ, x² പ്ലസ് xy ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നിങ്ങൾ എഫും ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കുക. അതിൽ XOY പ്ലെയിൻ ആണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാര്യം എന്താണ്? എഫിന് വാല്യൂ കണ്ട x² പ്ലസ് xy എന്നുണ്ട്. അപ്പോൾ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് അവിടെ ഉള്ളതുകൊണ്ട് dsന്റെ വാല്യൂ നമുക്ക് ആൾറെഡി കണ്ടുപിടിക്കാം. അല്ലെങ്കിലും തന്നിട്ടുണ്ട് എന്താണ്? ലൈൻസ് x=0, y=0, x=a, y=a, 4 തന്നിട്ടുണ്ട്. അപ്പോൾ റെക്ടാങ്കിൾ ആണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പം. x=a, y=2 a ആണ്. അപ്പോൾ അപ്പം എക്സും വൈയും തന്നിട്ട് n ക്യാപ്പ് k ആണ്. ds എന്ന് പറഞ്ഞാൽ dx dy ആണ്. ഡെൽ ക്രോസ് എഫ് നമ്മൾ ijk dxy, എക്സിന്റെ വൈയുടെയും ഐയുടെ കോഫിഷ്യന്റ് x², ജെയുടെ കോഫിഷ്യന്റ് xy, എയുടെ കോഫിഷ്യന്റ് 0. ഓക്കെ, തന്നിട്ടില്ല, അതുകൊണ്ട് 0 ആക്കുക. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AQ/2 എന്ന് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓരോ, ഇപ്പം ഞാൻ ചെയ്ത പോലെ OAയുടെ കണ്ടുപിടിക്കുക, ABയുടെ BCയുടെ COയുടെയും കണ്ടുപിടിക്കുക. അതായത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. അല്ല, OAയുടെ ABയുടെ BCയുടെ COയുടെ. അപ്പോൾ OA ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കോളൂ. ഓക്കെ, ചെയ്യാമല്ലോ. അപ്പോൾ അതിന്റെ അവസാനം AQ/2 കിട്ടും, LHS RHS എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ഒരു ചിലപ്പോൾ വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ എ സർക്കിൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സർക്കിളൊക്കെ ചോദിച്ചു. ഹാഫ് സർഫസ് സ്പിയർ ചോദിച്ചേക്കുന്നത്, x² + y² + c is a boundary. അപ്പോൾ സ്റ്റോക്സ് തിയറം അതേപോലെ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ അതേപോലെ അങ്ങ് ചെയ്താൽ മതി. എഫ് കണ്ടുപിടിക്കുക, എൽ ക്രോസ് എഫ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഫൈ, അതായത് ഈ ഇതിന്റെ ഫൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ x² + y² + z² = 1 ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽ ഫൈ കണ്ടുപിടിക്കുക. ഡെൽ ഫൈ കണ്ടുപിടിച്ച് മോഡ് ഡെൽ ഫൈ കണ്ടുപിടിച്ചിട്ട് അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹിയർ ഫൈ തന്നിരിക്കുന്നത്, ഫൈ എന്ന് പറഞ്ഞാൽ സ്പിയറിന്റെ ഇക്വേഷൻ ആണ്, x² + y² + z² = 1. അപ്പോൾ അത് കഴിഞ്ഞ് ഡെൽ ഫൈ കണ്ടുപിടിച്ച് മോഡ് ഡെൽ ഫൈ കണ്ടുപിടിച്ച് എൻ ക്യാപ്പ് കണ്ടുപിടിക്കുക. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ ഫൈ ബൈ മോഡ് ഡെൽ ഫൈ ആണ്. അത് നമ്മളിനി പഠിക്കും. ഓക്കെ, എൻ ക്യാപ്പിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ഡെൽ ക്രോസ് എഫിന്റെ എൻ ക്യാപ്പ് കണ്ടുപിടിക്കുക. എൻ ക്യാപ്പ് നമുക്ക് കിട്ടിയല്ലോ. നമ്മൾ നേരത്തെ എൻ ക്യാപ്പ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ds തന്നെങ്കിൽ dx dy. അപ്പം ബാക്കി ഇല്ലാത്ത ഏതാണ്? XY തന്നെയാണെങ്കിൽ എൻ ക്യാപ്പ് k ആയിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, എൻ ക്യാപ്പ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കും, സ്പിയർ ആയതുകൊണ്ട്. അതിനുശേഷം ഡെൽ ക്രോസ് എഫിന്റെ എൻ ക്യാപ്പ്, അതായത് മറ്റേ ഏതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ, ഇതാ ഏറ്റവും മുകളിൽ കാണുന്ന സ്റ്റോക്സ് തിയറത്തിന്റെ ഈ പാർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്, ഡെൽ ക്രോസ് എഫിന്റെ എൻ ക്യാപ്പ്. അപ്പോൾ ഡെൽ ക്രോസ് എഫ് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം എൻ ക്യാപ്പ് ആണ് നമ്മളിപ്പോൾ ഡെൽ ഫൈ ബൈ മോഡ് ഡെൽ ഫൈ. അതെന്ന് പറഞ്ഞാൽ സ്പിയർ ആയതുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്നിട്ട് എൻ ക്യാപ്പ് കണ്ടുപിടിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, RHS കണ്ടുപിടിക്കുക, ആൻസർ കിട്ടും. ഓക്കെ, ഇനി സ്പെറിക്കൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. r = r sin θ cos φ, y = r sin θ. അത് നിങ്ങൾ കാണാൻ പഠിക്കേണ്ടി വരും മറ്റേ സ്പിയറിന്റെ കേസ് വരുമ്പോൾ. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകും, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് എന്നിട്ട് 0 to 2π, 0 to π/2 വെച്ചിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത് ചെയ്ത് നോക്ക്. കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അടുത്ത നോക്കി, വെരിഫൈ സ്റ്റോക്സ് തിയറം y - z, y z j, x z k. ഓക്കെ, അപ്പോൾ XOY പ്ലെയിനിലാണ്. അപ്പോൾ ബൗണ്ടറി സർഫസ് x=0, y=0, y=1, z=0, z=1 എല്ലാം തന്നിട്ടുണ്ട്. x y z പ്ലെയിൻ ആണ്. അപ്പോൾ 3 ഉണ്ട്. അപ്പം നമ്മൾ എന്തിന് 3 അതേപോലെ എടുത്ത് എഴുതി നമ്മൾ ആ ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കുക, ഡെൽ ക്രോസ് എഫിന്റെ എൻ ക്യാപ്പ്. എന്നിട്ട് ഇത് ക്യൂബ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഗോസ് ഡൈവർജൻസ് ചെയ്ത പോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ, എന്നിട്ട് ഓരോ സൈഡായിട്ട് അങ്ങ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കാമല്ലേ? മോഡലാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പോൾ എക്സും +or - a തന്നെങ്കിലും ആ എയുടെയും ബിയുടെയും വാല്യൂ വ്യത്യാസം വരുന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്.
അത് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് മനസ്സിലായി. ഇതിന്റെ PDF അയച്ചല്ലേ അല്ലേ? അപ്പം സ്റ്റോക്സ് തിയറം ക്ലിയർ ആണല്ലോ. ഇതേപോലെ തന്നെ എല്ലാ ക്വസ്റ്റിനും ചോദിക്കത്തുള്ളൂ. ഇതൊന്ന് ചെയ്ത് പഠിക്കാം മൊത്തത്തിൽ. ഓക്കെ. ഡെൽ ക്രോസ് എഫിനെ കേൾ എഫ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റിൽ ചോദിക്കും ഫൈൻഡ് കേൾ എഫ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് ആണ്. IJK ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ എക്സ് എഴുതി ഐയുടെ കോഫിഷ്യന്റ് ജെയുടെ കോഫിഷ്യന്റ് എയുടെ കോഫിഷ്യന്റ് എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ കിട്ടും. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്റ്റോക്സ് തിയറം. അതിനുശേഷം ഞാൻ ഫ്രണ്ടിലുള്ള കൂടെ എടുക്കട്ടെ, അല്ല അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയാ? ഇനി ഒരു പോർഷനും കൂടെ ഉണ്ട്, സ്കെയിലാർ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞുള്ള. അത് വേണമെങ്കിൽ ഞാൻ നാളെ വേണമെങ്കിൽ എടുത്തുതരാം. അതിന് റെന്റിങ് ഒന്നും വേണ്ട, പറഞ്ഞൊന്ന് പോയാൽ മതി. അത് പ്രോബ്ലംസ് ഇക്വേഷൻസ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇത്രയും ഒന്ന് ചെയ്ത് നോക്കും. ഇതും കൂടെ കഴിഞ്ഞാൽ നാളത്തോടെ നമുക്ക് വേണമെങ്കിൽ ആ പോർഷൻസ് ഈ മോഡ്യൂൾ അങ്ങ് തീർക്കാം. അപ്പൊ ഇതും കൂടെ ഇതൊന്ന് ചെയ്ത് നോക്കും.